അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 4-ാമത്തെ ദിവസമാണ്. 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറ 286 ആയത്താണ് ഈ സൂറത്തുൽ ബഖറയിലുള്ളത്. മദീനയിലാണ് ഇത് അവതരിച്ചത്. അപ്പോൾ ഇന്ന് 4 ആയത്താണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീന അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. ഇത്രയും ആയത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത്. അലിഫ് ലാം മീം, അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ, റസൂലിനും അറിയാം. അതിൻ്റെ ആ അർത്ഥം എന്താണെന്നുള്ളത് അല്ലാഹു അഅലം മുറാദിഹി എന്നാണ് വറസൂൽ. അപ്പം അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ അറിയാം. അതൊരു സാഹിത്യ വാക്കും കൂടെയാണ്, അറബി എന്നാണ് പണ്ഡിതന്മാർ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഇതാകുന്നു ഗ്രന്ഥം, ഇതാണ് ഗ്രന്ഥം, ഇതിൽ സംശയിക്കേണ്ട കാര്യമേ ഇല്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ പരിശുദ്ധമായ ഖുർആൻ എന്നാണ് അല്ലാഹു പറയുന്നത്. ഈ സൂക്ഷ്മത പാലിക്കുന്നവരാരാണ്? അവരെ പറ്റിയാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. അല്ലദീന, ഇനി ആ സൂക്ഷ്മതയെ പറ്റിയാണ്. സൂക്ഷ്മത പാലിക്കുന്നവർ ആരാണ്? നബിയെ എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന അസ്സലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആ സൂക്ഷ്മത പാലിക്കുന്നവർ ആരാണെന്നറിയുമോ നബിയെ? യുഖീമൂ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞതായ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ്. ഈമാൻ കാര്യത്തിൽ 6 കാര്യങ്ങളുണ്ട്. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്വർഗം കൊണ്ട് വിശ്വസിക്കുക, നരകം കൊണ്ട് വിശ്വസിക്കുക, അങ്ങനെയുള്ള മറഞ്ഞതായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ മുത്തഖീങ്ങൾ, സൂക്ഷ്മതയുള്ളവർ. വീണ്ടും പറയും, വയുഖീമൂന അസ്സലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരും നമസ്കാരം നിലനിർത്തുന്നവരും നാം കൊടുത്ത, അല്ലാഹു പറയുന്നത്, നാം കൊടുത്തതായ സമ്പാദ്യത്തിൽ നിന്ന്, ഓഹരിയിൽ നിന്ന് ചിലവഴിക്കുന്നവരും കൂടിയാണ് നബിയേ എന്നാണ് അല്ലാഹു പറയുന്നത്. വീണ്ടും പറയണം, വല്ലദീന നിർത്തുന്നില്ല. ഈ മുത്തഖീങ്ങളുടെ ലക്ഷണമാണ്. 2-ാമത്തെ അധ്യായത്തിലെ ആയത്താണ്. മുത്തഖീങ്ങളുടെ ലക്ഷണങ്ങളാണ്. നമ്മളൊക്കെ മുത്തഖിയാണെന്ന് പറയുമല്ലോ. എന്താണ് മുത്തഖിയാണെന്ന് നമ്മൾ അറിയണ്ടേ? വീണ്ടും പറയും, വീണ്ടും പറയും, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽആഖിറതി ഹും യൂഖിനൂൻ.
നബിയോട് പറയുകയാണ്, ഓ നബിയേ, നിനക്കും താങ്കൾക്കും താങ്കളുടെ മുൻഗാമികൾക്കും നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളുണ്ടല്ലോ, അതിലുള്ള സന്ദേശങ്ങളുണ്ടല്ലോ, അത് വിശ്വസിക്കുകയും പരലോകത്ത് മരിച്ചുപോയ ഒരു ലോകമുണ്ടെന്ന് ഇന്ന് പലരും പറയുന്നു. അങ്ങനെ ഒരു ലോകമില്ല. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ ആ സൂക്ഷ്മതയുള്ളവർ നബിയെ എന്നാണ് പരിശുദ്ധമായ സൂറത്തുൽ ബഖറ 2-ാമത്തെ അധ്യായത്തിൽ പറയും. എന്നിട്ടോ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരുടെ നാഥൻ കാണിച്ചതായ, അഥവാ അള്ളാഹു കാണിച്ചു കൊടുത്തതായ നേർവഴിയിലാകുന്നു അവർ. അള്ളാഹു അവൻ്റെ റസൂലിലൂടെ അറിയിച്ചു കൊടുത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ വഴികളിലൂടെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരാണ് നബിയേ സാക്ഷാൽ വിജയികൾ, അവരാണ് നബിയെ സാക്ഷാൽ മുത്തഖീങ്ങൾ. ഇതാണ് ഇന്നത്തെ ഒരു ഉത്ബോധനം. ഇനി അത് ആലാപനത്തിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാം. ഞാൻ സാധാ ഒരു ഉസ്താദാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ മനുഷ്യരിൽ സംഭവിക്കാം. അപ്പോൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് അൽഫ് ലാം മീം തൊട്ട് തുടങ്ങുന്ന ആയത്തിൻ്റെ ആലാപനം. അല്ലാഹു പറയും, സാഹിത്യവാക്ക അലിഫ് ലാം മീം, ഇതിനുള്ള പൊരുളറിയുന്നവൻ റഹ്മാന. ഈ അലിഫ് ലാം മീം എന്നുള്ളത് ഒരു സാഹിത്യവാക്കാണ് പോലും, അതിൻ്റെ പൊരുളറിയുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന്. ഇതാണ് ഗ്രന്ഥം, അറിയണേ ഈ ഗ്രന്ഥം, ലവലേശവും ഇതിൽ സംശയം ഇല്ലെന്നേ. പാലിച്ചു പോരും സൂക്ഷ്മതയും ഉള്ളവർക്ക് കാട്ടിക്കൊടുക്കും നേർവഴിയും ഗ്രന്ഥമാ. ആരാണ് മുത്തഖി സൂക്ഷ്മതയും ഉള്ളവർ, അവരെ എടുത്തു പറഞ്ഞു ഖുർആനിവിടമിൽ. നിലനിർത്തുമേ നമസ്കാരവും മുടങ്ങാതെ, ചിലവാക്കുമേ ധനമൊക്കെയും സൽസൽ വഴി. നാം കൊടുത്തതാവർക്കുള്ള ധനവും അറിയണേ, മടിയൊന്നുമില്ലാതെ കൊടുക്കും സന്തോഷമിൽ. ഇതാണ് ഇന്നത്തെ ആയത്തിൻ്റെ ആലാപനം. ചുരുക്കത്തിൽ നിസ്കാരം നിലനിർത്തുകയും മറഞ്ഞതായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും അള്ളാഹു കൊടുത്ത സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഓഹരി മറ്റുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യുന്നവരാണ് മുത്തഖീങ്ങളും സൂക്ഷ്മതയുള്ളവരും, അവരാണ് വിജയിച്ചവരും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളുടെയും മുഖ്ലിസീങ്ങളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. എല്ലാവരും ഇതിലെ അംഗങ്ങളാകണം. തിബ്ബുൽ ഖുലൂബ് സഹായ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് അബ്ദുറഹീം ഉസ്താദ്. അസ്സലാമു അലൈക്കും.